അനിഴം നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എന്തായാലും നിങ്ങൾ മാന്യമായിട്ടാണ് വർക്കിൽ ഇടപെട്ടത്. പക്ഷെ പലരുടെയും പൊളിറ്റിക്സ് കാരണം നിങ്ങൾക്കത് പ്രോബ്ലം ആയിട്ടുണ്ടാവും. ചില ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു അകലം എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുമാത്രമല്ല കുറച്ച് എക്സ്പെൻസ് നിങ്ങൾ അറിയാണ്ട് കൂടിപ്പോയി. അതുകൊണ്ട് ഫിനാൻഷ്യൽ ബർഡൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് BP കൂടി, ആങ്സൈറ്റി പ്രോബ്ലം ഉണ്ടായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ജൂലൈയിൽ കൂടുതലും വന്നിട്ടുണ്ടാവും. അനിഴം നക്ഷത്രക്കാർ പൊതുവെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ കൂടുതലും പറയാറില്ല. അതുപോലെ സൂക്ഷ്മ ബുദ്ധി വളരെ കൂടുതലാണ്. ഇവർ കുറച്ച് മൂടി കൂടിയാണ്, ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ സ്ത്രീകളാണെങ്കിൽ കൂടുതലും ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി കാലങ്ങളിൽ തലപോയ്ക്കണ സ്വഭാവം ഇവർക്ക് കൂടുതലാണ്. നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് ആ ഫോക്കസ് തിരിച്ചു കിട്ടും. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് ഫേവറബിൾ ആണ്. പ്ലാനറ്ററി എനർജി എന്തായാലും ഉണ്ടാവും. റിസർച്ച് കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഫേവർ തന്നെ ആഗസ്റ്റിൽ ഉണ്ടാകും. ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. എന്ന് വെച്ചിട്ട് ജോലി അവിടെ ഇട്ടിട്ട് വേഗം പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ള അവിടെ ഇരുന്നിട്ട് കൂടുതൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഫേവറബിൾ ആണ് എന്ന് മാത്രം. അതുപോലെ വിദേശത്തേക്കൊക്കെ നിങ്ങൾ പഠനത്തിന് നോക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഫേവറബിൾ ആണ്. ഫ്രീലാൻസേഴ്സ്, കൺസൾട്ടൻസിന് ഇവർക്കൊക്കെ എന്തായാലും 15-നും 25-നും ഇടയ്ക്ക് എന്തായാലും നിറയെ അവസരങ്ങൾ, നിങ്ങൾക്ക് എൻക്വയറീസ് എല്ലാം നന്നായിട്ട് വരും. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഒരാളാണെങ്കിൽ ആസ്ട്രോളജി പ്രകാരം 20-ാം തീയതിക്ക് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ആർക്കെങ്കിലും ലോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 17-ാം തീയതിക്ക് ശേഷം ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടുതൽ 17-ാം തീയതിക്ക് ശേഷമേ വരാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് കണക്ഷൻ എന്തായാലും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വർക്കിംഗ് സ്ഥലത്തുമായിരിക്കും ഇത് കൂടുതലും ഉണ്ടാവുക. പാർട്ട്നേഴ്സിൻ്റെ ആയിട്ട്, അതുപോലെ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് ഒരു ഈഗോ ക്ലാഷ് നിൽക്കരുത്. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് ആക്കി സംസാരിച്ചാൽ മതി. നിങ്ങൾ പരമാവധി അവർ പറയുന്നത് വെറുതെ കേട്ട് നിന്നാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി തണുക്കും. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. അത് സ്വാഭാവികമാണ്. പക്ഷെ മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ, കേട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫേവറബിൾ ആവും. നിങ്ങൾക്ക് ആൻസൈറ്റി പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. അതുപോലെ ദുർസ്വപ്നമൊക്കെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തന്നെ വെള്ളം കുടിച്ചിട്ട് മാത്രം കിടക്കുക. അത്യാവശ്യം രാത്രി ഒരു 10-10:30 ആകുമ്പോൾ ഉറങ്ങുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ.